മെഡിക്കൽ കോളേജ് അപകടം ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ എന്ന ചോദ്യവുമായി മന്ത്രി വി എൻ വാസവൻ. ഒരപകടമുണ്ടായാൽ ആ വകുപ്പിലെ മന്ത്രി രാജിവെക്കണമെന്നാണോ? അങ്ങനെയെന്നാൽ മന്ത്രിമാരുടെ സ്ഥിതി എന്താകും? കോട്ടയത്തുണ്ടായ സംഭവം ദൗർഭാഗ്യകരമാണ്. പത്തനംതിട്ടയിൽ പാർട്ടിയിൽ വിമർശനമുണ്ടെങ്കിൽ പരിശോധിക്കും. അടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന്റെ ധനസഹായം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിമാനം ഉണ്ടായതുകൊണ്ട് പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായ ഉടനെ ഗതാഗത മന്ത്രി രാജിവെക്കുകയാണ്? എൻ്റെ ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായതല്ലോ. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങളോട് വരാനുള്ള ഒരു മാറ്റം താമസം വന്നാൽ അല്ലെങ്കിൽ അത് നേരത്തെ തീരുമായിരുന്നു. അപ്പോൾ കാലകൂട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതല്ലേ ക്ലിയർ ആകുന്നത്. നിശ്ചയമായി നിങ്ങൾ പറഞ്ഞ വളരെ ശരി. അടുത്ത ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ അവിടെ വെച്ച് തന്നെ വിശദീകരിച്ചു. അടുത്ത ക്യാബിനറ്റിലെ ഇതിൻ്റെ തീരുമാനം ഇപ്പോൾ കളക്ടർ റിപ്പോർട്ടൂടെ കിട്ടണം. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഒരു പരിഹാസ രൂപത്തിലാണല്ലോ മന്ത്രിയുടെ പ്രതികരണം. അമൃത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തെ സംബന്ധിച്ച് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കി അത് മാറ്റുന്നു, പ്രതിഷേധം ശക്തമാക്കുന്നു. അതിനിടയിലാണ് അതിനൊരു പരിഹാസ രൂപത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന മന്ത്രി വി എൻ വാസവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് കേവലം ഏതെങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോൾ ഒരു മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി മന്ത്രി രാജിവെക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നത് ശരിയല്ല. എന്താണ് അപകടത്തിന് കാരണം അത് പരിശോധിക്കുക, വീഴ്ചയുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക, അങ്ങനെ കണ്ടെത്തി അതിന് വീഴ്ചയുണ്ടെങ്കിൽ അതിന് പ്രശ്നപരിഹാരമുണ്ടാക്കുക. അത്തരം കാര്യങ്ങൾ സർക്കാർ കൃത്യമായി ചെയ്തിട്ടുണ്ട്, കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്നാണ് പ്രധാനമായും വി എൻ വാസവൻ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മെഡിക്കൽ കോളേജിന് ഹോസ്റ്റൽ കെട്ടിടങ്ങൾ വലിയ രീതിയിൽ ശോചനീയാവസ്ഥയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ ചാണ്ടി ഉമ്മനടക്കം സ്ഥലത്തെത്തി സന്ദർശനം നടത്തുകയും സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിലും ഒരു പ്രതികരണം വി എൻ വാസവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ ആശുപത്രി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് നൽകി എന്നതല്ലാതെ അതിനപ്പുറം മറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്ത ആളുകളാണ് ഇപ്പോൾ വിമർശനവും പ്രതിഷേധവും എല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് കൃത്യമായി ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തിയത്. അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 4 പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അത്യാധുനിക സംവിധാനത്തിലേക്ക് ആരോഗ്യ മേഖല മാറിയിരിക്കുന്നു. അതിനെ തച്ചുടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണവും അദ്ദേഹം കൃത്യമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ക്യാബിനറ്റ് യോഗം ചേരും. ആ ക്യാബിനറ്റ് യോഗത്തിൽ ഈ കുടുംബത്തിന് നൽകാനുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതത് വകുപ്പുകളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നത് ശരിയായ നടപടിയുള്ള കാര്യമല്ല. അതിനും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനമായും വിമാനാപകടം ഉണ്ടായാൽ ആ വിമാനാപകടം ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന കാര്യം. മറ്റൊന്ന്, കർണാടകത്തിൽ ക്രിക്കറ്റ് താരങ്ങൾക്ക് സ്വീകരണം നൽകിയ ആ ഒരു ചടങ്ങിൽ മരണം ഉണ്ടായി. ആ മരണം ഉണ്ടായപ്പോൾ ആരെയെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്തിയോ ആരെങ്കിലും രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം എവിടെയെങ്കിലും ഉന്നയിക്കപ്പെട്ടോ എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുന്നു. റോഡുകളിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്, അതിൻ്റെ അർത്ഥം ഗതാഗത മന്ത്രി രാജിവെക്കണം എന്നാണോ എന്നുള്ള ഒരു ചോദ്യം വളരെ ലാഘവത്തോടെ പരിഹാസ രൂപേണ അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉണ്ടായ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ അന്വേഷണ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പരാതി ഉന്നയിച്ച ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമോ എന്നുള്ള ചില ആശങ്കകൾ ഉയർന്നു വന്നിരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ മികച്ച ഒരു ഡോക്ടറാണ്. ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ പലരും കാണുന്നത്. ഈ രോഗികളടക്കം രോഗികൾക്കിടയിൽ വരെ വലിയ സ്വാധീനമുള്ള ഡോക്ടറാണ്. അങ്ങനെ ഒരു ഡോക്ടറെ കേരള ജ്യോതി പുരസ്കാരം നൽകി സർക്കാർ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ശീലങ്ങൾ ഉള്ള നല്ല അഭിപ്രായമുള്ള ഡോക്ടർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല, നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, പത്തനംതിട്ടയിൽ CPM-ൽ നിന്ന് ചില വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണ്. അതായത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കും. ഈ വിമർശനം ഉന്നയിച്ചവർ അത് CPM-കാർ തന്നെയാണോ എന്നുള്ള കാര്യവും വ്യക്തമായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. മറ്റൊന്ന് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ പ്രതിപക്ഷം നടത്തുന്ന ഈ പ്രതിഷേധങ്ങളെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാട്ടുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ളത് പാർട്ടി മുഖപത്രത്തിലടക്കം വലിയ രീതിയിൽ വിമർശനമായി ഉന്നയിച്ച ഒരു കാര്യമാണ്. ആ വിമർശനത്തെയും അദ്ദേഹം ഒരു ന്യായീകരണത്തിലൂടെ തന്നെ പറഞ്ഞു വെക്കുകയാണ്.
കൂടിയാണ്. അതായത് അത് വലിയൊരു മാധ്യമങ്ങളെ ഒരു പഴിചാരല്ല, മറിച്ച് ഈ പൊടിപ്പും തൊങ്ങലും ഒന്നും ചേർത്ത കാര്യങ്ങൾ വളച്ചൊടിക്കാതെ വസ്തുനിഷ്ഠപരമായി കാര്യങ്ങൾ പഠിച്ച് പറയണം എന്നുള്ള ഒരു സൃഷ്ടിപരമായിട്ടുള്ള ഒരു വിമർശനം, ആ ഒരു വിമർശനമായി അതിനെ കണ്ടാൽ മതി എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം പറയുന്നത്, ഈ പ്രതികരണം എല്ലാം നടത്തുന്നത് അങ്കമാലിയിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനിടയിലാണ്. ആ പ്രോഗ്രാമിൽ മടങ്ങുന്നതിനിടയിലാണ് മാധ്യമ പ്രവർത്തകർ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. അതിനുശേഷം മടങ്ങുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അമൃത. സുജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.